പി ജെയിംസ്, ഈ 3 ഹെലികോപ്റ്ററുകൾ അതിൽ 2ഉം സുരക്ഷിതമായി യാത്ര പൂർത്തിയാക്കുന്നു. ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രം തകരാറിലാകുന്നു. അപ്പോൾ ഈ ബെൽ 212 ഇറാൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ മാത്രം ന്യൂനതയായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് അട്ടിമറി എന്ന അഭ്യൂഹം ശക്തമാവുകയാണോ? വേണു, ഇപ്പോഴത്തെ നിമിഷത്തിൽ നമുക്ക് ഇതേക്കുറിച്ച് പറയാനുള്ള ഇൻഫർമേഷൻസ് കുറവാണ്. പക്ഷേ ഇസ്രായേലാണ് മറുപക്ഷത്ത് നിൽക്കുന്നത്. ഇസ്രായേലിൻ്റെ മണ്ണിൽ കയറി 300 മിസൈലുകൾ അയച്ച് വലിയ ആക്രമണം നടത്തി ഇറാൻ. അതിന് നേതൃത്വം നൽകിയത് ഇബ്രാഹിം റൈസിയാണ്. അന്ന് ഇസ്രായേൽ പറഞ്ഞു ഇതിന് തിരിച്ചടി ഉണ്ടാവും. പക്ഷേ അതിനു മുമ്പ് തന്നെ സിറിയയിലെ ഡമാസ്കസിൽ ഇറാൻ്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അതിൽ 2 ജനറൽമാർ കൊല്ലപ്പെട്ടിരുന്നു. ആ ജനറൽമാർ കൊല്ലപ്പെടുകയും 11 VIPs കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ തന്നെ ഇബ്രാഹിം റൈസിയാണ് ആദ്യത്തെ ഭീഷണി മുഴക്കിയത്. ഇസ്രായേലിന് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്, അവിടേക്ക് 300 മിസൈലുകളാണ് ഒറ്റയടിക്ക് അടിച്ചത്. പക്ഷെ അത് വരാൻ പോകുന്നു എന്നുള്ള സൂചന അമേരിക്കയ്ക്കും അറബ് രാജ്യങ്ങൾക്കും ലഭിച്ചിരുന്നു. അവർ ഇസ്രായേലിനെ വാൺ ചെയ്തു. ജോർദാനിൽ നിന്ന്, അമേരിക്കയുടെ മറ്റ് പശ്ചിമേഷ്യയിലെ കേന്ദ്രങ്ങളിൽ നിന്ന് റെഡിയായിട്ട് പാട്രിയോട്ട് മിസൈലുകളടക്കം റെഡിയായിട്ട് നിന്നിരുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം റെഡിയായിരുന്നു. അവർ ഈ മിസൈലുകൾ ഭൂരിപക്ഷത്തെയും അടിച്ച് താഴെയിടുകയായിരുന്നു. പക്ഷേ ഇസ്രായേൽ അന്ന് തിരിച്ചടിക്കുമെന്ന് ലോകം മുഴുവൻ ആശങ്കപ്പെട്ടതാണ്. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഞങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വലിയ രീതിയിലുള്ള മുന്നറിയിപ്പും താക്കീതും നൽകിയിരുന്നു. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇടപെട്ടു, അമേരിക്ക ഇടപെട്ടു, ഐക്യരാഷ്ട്രസഭ, അറബ് രാജ്യങ്ങൾ, ഇസ്രായേൽ അല്പം സംയമനം പാലിച്ചു. ഇനി ഇസ്രായേൽ അടിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞതും ഇബ്രാഹിം റൈസിയാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം റൈസി ഇസ്രായേലിൻ്റെ ടാർഗറ്റാണ്. അതിനുള്ള തെളിവുകളൊന്നുമില്ല. പക്ഷെ അസർബൈജാൻ്റെ മണ്ണിലാണ് ഇത് സംഭവിച്ചത്. ഇറാനിൽ വെച്ചല്ല. 3 ഹെലികോപ്റ്ററുകൾ കോൺവോയായി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ മാത്രം വീണു പോകുമ്പോൾ മൂടൽമഞ്ഞുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ തന്നെ ഒരു വലിയ സംശയത്തിൻ്റെ നിഴലുണ്ട്. അതിന് 2 കാര്യങ്ങൾ കൂടി വേണു ഞാൻ പറയാം. ഒന്ന്, 2019-20 കാലഘട്ടത്തിൽ ബാഗ്ദാദിൽ വിമാനമിറങ്ങി അവരുടെ ഏറ്റവും ശക്തനായ സൈന്യാധിപൻ സൊലൈമാനി വരുന്നു. കോൺവോയ് ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. കോൺവോയ് ആയിട്ട് വരുമ്പോൾ അമേരിക്ക ലേസർ ഗൈഡഡ് മിസൈൽ അയക്കുന്നു. അതിലെ ഇത്രയും വാഹനങ്ങളുടെ നടുവിൽ നിന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാഹനത്തെ ലേസർ ഗൈഡഡ് മിസൈൽ ഫേസ് റെക്കഗ്നീഷൻ വെച്ച് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ആ വാഹനം തകർത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഫക്രിസാദെ എന്ന ഇറാൻ ആണവ ശാസ്ത്രജ്ഞൻ, അവരുടെ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിതാവ് ഫക്രിസാദെ ടെഹ്റാനിൽ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലേസർ ഗൈഡഡ് മിസൈൽ വെച്ച് ആ വാഹനത്തെ തകർക്കുന്ന അത്രയും ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ തകർക്കാൻ കഴിയും എന്ന് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, എനിക്ക് ഈ സുലൈമാനിയെ കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണണം. ആ മിസൈൽ പോകുന്നു ഗൈഡഡായിട്ട് ആ കോൺവോയുടെ അടുത്തെത്തി. ഇപ്പോൾ ലാസ്റ്റ് 1 മിനിറ്റ് അമേരിക്കൻ പ്രസിഡന്റ് അത് നേരിട്ട് കണ്ടുവെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. അപ്പോൾ ആ തരത്തിലുള്ള ടെക്നോളജി കയ്യിലുണ്ട്. ഹെലികോപ്റ്റർ ബെല്ല് അമേരിക്കൻ നിർമ്മിതമാണ്. സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ ഉള്ള ഒരു അട്ടിമറിക്കുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഈ സമയം നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല. എന്തായാലും ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനുള്ളിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. വേണു, ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയും അസർബൈജാൻ പ്രവിശ്യ ഗവർണറും അടക്കം ആരും ജീവനോടെയില്ലെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.